വൈക്കം ചെമ്പിൽ എന്ന പ്രദേശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. ചെമ്പിൽ മുറിഞ്ഞ പുഴ, ആ പുഴയിലാണ് ഈ അപകടം അല്പസമയം മുമ്പ് സംഭവിച്ചത്. ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ സംഭവ സ്ഥലത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ദുരന്തം ഒഴിവായി. ആ ദുരന്തം ഒഴിവായത് വലിയ ഭാഗ്യം തന്നെയായി മാറുകയാണ്. 30ഓളം ആളുകളെന്നാണ് ആദ്യം അറിഞ്ഞത്. പക്ഷേ 30 അല്ല, 23 ആളുകൾ സഞ്ചരിച്ച ഒരു വള്ളം മറിയുന്നു എന്ന് പറയുമ്പോൾ വലിയ ആഘാതത്തോടുകൂടി, ഞെട്ടലോടുകൂടി നമ്മൾ കേട്ടു. പക്ഷേ അല്പസമയത്തിനകം തന്നെ ആശ്വാസ വാർത്ത എത്തി. 22 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി കാണാതായ ആളെ, കണ്ണൻ എന്ന ആളും രക്ഷപ്പെടട്ടെ, എവിടെയെങ്കിലും രക്ഷപ്പെട്ട് കരയിലേക്ക് കയറി കാണട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റിയ ബേബി ചേരുന്നുണ്ട്. റിയ, ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. അവരുടെ പ്രതികരണമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ദുരന്തമായി മാറിയേനെ, അതെല്ലാം വിട്ടൊഴിഞ്ഞു. പക്ഷേ ഒരാൾക്ക് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. കൂടുതലായിട്ട് വിവരങ്ങൾ എന്തൊക്കെയുണ്ട്? പ്രതീക്ഷ അത്ഭുതകരമായ രക്ഷപ്പെടുതൽ എന്ന് തന്നെ പറയാൻ. കാരണം ആ വള്ളം മറിഞ്ഞ് 23 പേർ വള്ളത്തിലുണ്ടായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. 23 പേരുണ്ടായിരുന്നു. അതിൽ വള്ളം മറിഞ്ഞു, ശക്തമായ കാറ്റുണ്ടായിരുന്നു, വള്ളം ഇളക്കി മറിയുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും വള്ളത്തിൽ നിന്ന് താഴേക്ക് വീണു. ഏതാണ്ട് 10 മിനിറ്റോളം വള്ളത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് കണ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഈ മരണ വീട്ടിൽ വന്നിരുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ വേണ്ടി സെർച്ച് നടത്താനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്താൻ പോകുന്നതാണ് പോലീസ് അറിയിക്കുന്നത്. റിയ, അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരീകരിക്കുകയാണ്. കൂട്ടത്തിൽ വന്ന ആളുകൾ കൂട്ടം തെറ്റി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ തിരച്ചിലേക്ക് പോകുന്ന. കണ്ണൻ എന്ന ആൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അല്ലേ റിയ? അതെ, കൂടുതലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് പാണാവള്ളി സ്വദേശിയായ കണ്ണനെയാണ് കാണാതായതെന്നാണ്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. കാര്യം അവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നുണ്ട്, പുനരാരംഭിച്ചിട്ടുണ്ട്. നേരത്തെയും തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ കൂടുതൽ യൂണിറ്റുകൾ കൂടി സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം കൂടി ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. അതീവ വേഗതയിൽ തന്നെ തെരച്ചിൽ ദൗത്യം മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. 2 യൂണിറ്റുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അടുത്ത യൂണിറ്റുകൾ കൂടി ഫയർഫോഴ്സ് വിളിച്ചു വരുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധരുടെ സഹായം. ഇന്നെന്തോ ഭയങ്കര ശക്തമായ കാറ്റാണ് ഇവിടെ വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെങ്ങോലകളൊക്കെ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഒരു മരണ ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ വന്ന ആൾക്കാർ അക്കരയ്ക്ക് പോകേണ്ട ആൾക്കാർ ഊടുപുഴ പെരുമ്പുഴ ഭാഗത്തേക്കാണ് വെള്ളം വെച്ചത്. അപ്പോൾ അതിൽ ഈ കാറ്റ് മുറിയേണ്ട ഇതിൽ വെള്ളം മറിയുകയുണ്ടായത്. മിസ്സിംഗ് അങ്ങനെ ഒരാളുടെ പേര് പറയുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരാളുടെ കാര്യം പറയുന്നുണ്ട്.